അല്ല എന്ന് ജന്മഭൂമി പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഇവിടുത്തെ സംഘപരിവാർ ഓർഗൻസ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ പറയുമ്പോൾ, മാധ്യമങ്ങൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇതൊരു മുസ്ലിം പ്രശ്നമായും ഇതൊരു ഹിന്ദു പ്രശ്നമായും ക്രിസ്ത്യൻ പ്രശ്നമായും കൊണ്ടുവന്ന് അതിന്റെ ഉള്ളടക്കത്തെ ചോർത്തിക്കളയുമ്പോൾ അവർ തന്നെ ഇവിടുത്തെ മുഖ്യധാരാ ദൃശ്യമാധ്യമങ്ങളും ഇത് വഖഫ് ഭൂമി അല്ല എന്ന് പറയുമ്പോൾ അവർ ഇവിടുത്തെ മാധ്യമങ്ങൾ എത്രമാത്രമാണ് അവർ നിയമത്തെ വെല്ലുവിളിക്കാൻ സജ്ജരായിരിക്കുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. മുസ്ലിം എന്ന മതം രൂപീകരിക്കുന്നതിന് മുമ്പേ ഇവിടെ ഉണ്ടായിരുന്ന ഒരു അറബ് സംസ്കാരത്തിന്റെ, അറബികളുടെ, അതിനൊക്കെ ചരിത്രം കൃത്യമായിട്ടുണ്ട്. അവരുടെ തന്നെ നിർമ്മിതിയെ, അവരുടെ കുടിപ്പാർപ്പിനെ അങ്ങനെ അവരെ ഭൂതഹിതരാക്കി അതിന്റെ ഒരു പരീക്ഷണശാല എന്ന നിലയിൽ ഗൗരവമായിട്ടാണ് നാം മുൻപത്തെ കാണേണ്ടത്. ഇത് കേവലം ഒരു വഖഫ് പ്രശ്നം മാത്രമല്ല, അത് മതേതരത്വത്തിന്റെ, അല്ലെങ്കിൽ ഇവിടെ മുസ്ലിം എന്ന ഒരു സാമൂഹിക ജീവിതത്തിന്റെ ചരിത്രത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള, മണ്ണിൽ നിന്ന് പറിച്ചെറിയാനുള്ള ഒരു ആസൂത്രണ ശ്രമത്തിന്റെ ആദ്യത്തെ കേന്ദ്രമായി തന്നെയാണ് നാം അതിനെ കാണേണ്ടത്. ഒരു ബഹിഷ്കൃത ജനതയാക്കുക, മതനിരപേക്ഷ ജനാധിപത്യ പാരമ്പര്യത്തെ തകർത്തുകൊണ്ടല്ലാതെ അത് കഴിയില്ല. അതിന് ആദ്യമായി അവർ രൂപീകരിച്ചതാണ് ബാബറുടെ മക്കളും രാമന്റെ മക്കളും ആവുക എന്നുള്ളത്. ബാബർ ഒരിക്കലും രാമന്റെ ശത്രു ആയിരുന്നില്ല. എന്നാൽ ഇന്ത്യയിൽ രണ്ട് വിഭാഗത്തെ തിരിച്ച് ഒന്ന് ബാബറുടെ മക്കളും ഒന്ന് രാമന്റെ മക്കളുമാണെന്ന് ഭരണകൂടം തന്നെ നിശ്ചയിക്കുക, അങ്ങനെ ഒരു ചരിത്രം എഴുതുക, അങ്ങനെ ഒരു നിയമാവലി തന്നെ ഉണ്ടാക്കുക. അങ്ങനെ ബാബർ രാമനെയല്ല ഇബ്രാഹിം ലോധിയെയാണ് കൊന്നത് എന്ന് നിശബ്ദമാക്കുക. ബാബർ കൊന്നത് ഇബ്രാഹിം ലോധിയെയാണ്, രാമനെയല്ല. പക്ഷെ അങ്ങനെയല്ല, ബാബർ എന്നത് രാമന്റെ ശത്രുവാണെന്നും രാമനെ കൊന്നവനാണ് എന്നുള്ള ഒരു പുതിയ നരേറ്റീവ് ഉണ്ടാക്കുക, ഇബ്രാഹിം ലോധിയെ കൊന്നത് ചരിത്രത്തിൽ നിന്ന് ഇല്ലാതാക്കുക. അങ്ങനെ ബാബർ വേഴ്സസ് രാമൻ എന്ന രണ്ട് ദ്വന്ദ്വങ്ങൾ ഉപയോഗിച്ച് ബാബറുടെ മക്കളും രാമന്റെ മക്കളും എന്ന രീതിയിലാണ് ഇത് പറയുന്നത്, കൊണ്ടുവരുന്നത്. പക്ഷേ മുനമ്പം ഭൂമി വഖഫ് ഭൂമി അല്ല എന്ന് ജന്മഭൂമി പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഇവിടുത്തെ സംഘപരിവാർ ഓർഗൻസ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ പറയുമ്പോൾ, മാധ്യമങ്ങൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇതൊരു മുസ്ലിം പ്രശ്നമായും ഇതൊരു ഹിന്ദു പ്രശ്നമായും ക്രിസ്ത്യൻ പ്രശ്നമായും കൊണ്ടുവന്ന് അതിന്റെ ഉള്ളടക്കത്തെ ചോർത്തിക്കളയുമ്പോൾ അവർ തന്നെ ഇവിടുത്തെ മുഖ്യധാരാ ദൃശ്യമാധ്യമങ്ങളും ഇത് വഖഫ് ഭൂമി അല്ല എന്ന് പറയുമ്പോൾ അവർ ഇവിടുത്തെ മാധ്യമങ്ങൾ എത്രമാത്രമാണ് അവർ നിയമത്തെ വെല്ലുവിളിക്കാൻ സജ്ജരായിരിക്കുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇതൊരു മുസ്ലിം പ്രശ്നമേ അല്ല, ഇത് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ജനാധിപത്യ വിശ്വാസികളും നിയമവിദഗ്ധരും ഭരണഘടനാപരമായി ഒരു സമൂഹം നേരിട്ട ഭയാനകമായ ദുരന്തത്തിൽ നിന്ന് അവർക്ക് മുക്തി നേടാൻ വേണ്ടി, ഗുജറാത്ത് കലാപം പോലെയുള്ള കലാപത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി നിലവിലുള്ള വഖഫ് നിയമത്തെ കൂടുതൽ പ്രമാണഭദ്രമാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഭേദഗതികളും 54-ലുണ്ടായ വഖഫ് നിയമങ്ങളും എല്ലാം തന്നെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ആ സമൂഹത്തെ നേരിട്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള ഏറ്റവും ലളിതമായ മാർഗമാണ്. അത് നടക്കാൻ പോകുന്നതല്ല എന്ന് നമുക്കറിയാം. പക്ഷെ എന്നിരുന്നാലും അതിലുള്ള ശ്രമങ്ങളുടെ ഭാഗം ആ സമൂഹത്തെ മുഴുവൻ മറ്റുള്ളവരുടെ ശത്രുക്കളാക്കി നിർത്താൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പൊ പാകിസ്ഥാനിലെ ഇവര് തന്നെ ഇവിടുത്തെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പാകിസ്ഥാനിലെ 9.4 ചതുരശ്ര കോടി, പാകിസ്ഥാനേക്കാൾ കൂടുതൽ വഖഫ് ഭൂമി കേരളത്തിലുണ്ട് എന്നാണ് വാർത്ത. വളരെ കൃത്യമായി നമുക്കത് വായിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ സംശയിച്ച് കൃത്യമായി നിരീക്ഷിച്ചില്ലെങ്കിൽ തെറ്റിദ്ധരിക്കാവുന്നതാണ്. കാരണം 9.5 ചതുരശ്ര കിലോമീറ്റർ ആണ്, 50.5 കോടി ചതുരശ്ര കിലോമീറ്റർ ആണ് പാകിസ്ഥാന്റെ വിസ്തീർണം. അതേസമയം 9.4 ലക്ഷം ഏക്കറയാണ് ഈ വഖഫ് ഭൂമി ഉള്ളത്. ഇങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയില്ല. ഈ കോടി ചതുരശ്ര കിലോമീറ്റർ ലക്ഷം ഏക്കറും തമ്മിലുള്ള ബന്ധം പെട്ടെന്ന് തിരിച്ചറിയില്ല. ഇവ രണ്ടും സമരസപ്പെടുത്തിക്കൊണ്ടാണ് പെട്ടെന്ന് തിരിച്ചറിയാത്ത വിധം ഇത്ര വലിയ ഒരു നുണ പ്രചരണം നടക്കുന്നത്. ഇത് കേരളത്തിനെ മറ്റുള്ള സ്ഥലങ്ങളിലെ